ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓണസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓഫ് ഡേ ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ദിവസത്തെ വർക്കിന് ശേഷം ഇന്ന് ഒരു ഓഫ് കിട്ടിയതാണ്. സോ പിന്നെ അമ്മയും നെവും കുറച്ച് നാളായി പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട്. അപ്പം ഇന്നൊന്ന് പുറത്തൊന്ന് പോയി ചെറിയൊരു ഷോപ്പിംഗ്. വലിയ കാര്യമായിട്ടൊന്നുമല്ല, ഓൾറെഡി പ്ലാൻ ചെയ്തതുമല്ല. ഇവരെ ഒന്ന് പുറത്തൊന്ന് കൊണ്ടുപോവുക, ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മളെന്തായാലും പുറത്ത് പോകുമ്പോൾ ഷോപ്പിൽ കയറും. സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ണിന് കാണുന്നൊക്കെ നമ്മൾ കയ്യിലെടുക്കും. അപ്പോൾ അതൊരു ഷോപ്പിംഗ് ആയല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു ഷോപ്പിംഗ് ഉള്ള ഒരു ക്യാപ്ഷൻ തന്നെ ഈ വീഡിയോയിൽ കൊടുക്കണം. കുറേ നാളായി പുറത്തേക്ക് അമ്മയായിട്ട് പുറത്ത് പതിനവും ഈ പറഞ്ഞ പോലെ ഞാനും ഷാനേണ്ണനും ജോലിക്ക് പോകുന്നുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പുറത്തിറങ്ങുന്നില്ല എന്നുള്ളൊരു ഫീലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ, വീടിനകത്ത് തന്നെയല്ലേ എപ്പോഴും, ഓൾമോസ്റ്റ് അതിനോട് തന്നെയല്ലേ. പിന്നെ ഇപ്പം ഈ ഒരു സമ്മർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ അമ്മ എങ്ങനെയായിരിക്കും ക്ലൈമറ്റിനോട് ഒക്കെ ആവുമെന്നുള്ള നമുക്കറിയാം. ഇപ്പോഴത്തെ സമയം നല്ല സമയമാണ് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയുണ്ട്. നല്ലപോലെ വെയിലൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഇപ്പം ഇതുവരെയും ഒക്കെയാണ് ക്ലൈമറ്റ്. അത്യാവശ്യം നല്ലൊരു വെയിലും ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല മഴയായിരുന്നു. നല്ല രാവിലെ എണീക്കുമ്പോൾ നല്ല വെയിലായിരിക്കും ഉദിച്ചു വരിക സൂര്യൻ. പെട്ടെന്നായിരിക്കും കാർമേഘം വന്ന് മൂടുന്നതും മഴ പെയ്യുന്നതും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നെവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നെവിനെ കുളിപ്പിച്ച് ഉറക്കി. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഓണായിരിക്കും. അപ്പം നമ്മളിതുപോലെ തന്നെ വേഗം റെഡി ആയിട്ടിരിക്കുകയാണ്. ഒന്ന് പുറത്തൊന്ന് പോയി വരാം എന്ന് വിചാരിച്ചിട്ട്. ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്ത് നമ്മുടെ വാലസിയിൽ തന്നെ പ്രൈമാർക്ക് പിന്നെ ബൂട്ട്സ്. എനിക്ക് അവൾക്ക് വൈറ്റമിൻ നമ്മൾ D3 കൊടുക്കുന്നുണ്ട്. D3 അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ബൂട്ട്സിലും അതുപോലെ അസ്ദ അവിടെയെല്ലാം ബെൽ ബേബിയുടെ ഒരു ഇത് D3 കിട്ടും. നല്ലതാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളായിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൽ ബേബിയുടെ വൈറ്റമിൻ D3 ആണ്. സോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു അവൾക്ക്. അപ്പോൾ അതൊന്ന് വാങ്ങാം. പിന്നെ സ്വാഭാവികം തുണിക്കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ വിടില്ലല്ലോ. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്നും എടുക്കാതെ വരില്ല. അപ്പോൾ ഷാനേട്ട അതുകൊണ്ട് എനിക്ക് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര ആളൊന്ന് ചിന്തിക്കും, വേണോ വെച്ചാൽ ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ടല്ല കേട്ടോ, സമയം എടുക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ചുറ്റി നോക്കി കണ്ടത് ഇങ്ങനെ നടക്കും ഫുള്ള്. അപ്പം ഉള്ളിൽ കയറി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നതിന് സമയം പോകുന്നതേ അറിയില്ല. ഇപ്പം നമ്മൾ ലിവർപൂളിലൊക്കെ പ്രൈമാർക്ക് വെച്ചാൽ വലിയ പ്രൈമാർക്കാണ്, അതിൻ്റെ ഫ്ലോറുകളായിട്ട് കിടക്കുക. അപ്പോൾ അതിലൊക്കെ ശരിക്കും നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന് അറിയോ. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ലിവർപൂളിലെ പ്രൈമാർക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാം ഉണ്ട് അവിടെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓരോന്നിനും ഓരോ ഫ്ലോറും ഉണ്ട്. ഇപ്പം മെൻസ് വേറെ, വുമൻസ് വേറെ, കിഡ്സ് വേറെ, എല്ലാം വേറെ സെപ്പറേറ്റ് ഫ്ലോറിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം സ്കിന്നിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ ഫ്ലോറിലുണ്ട്. സോ അപ്പം നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വൈബാണ് നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്കൊക്കെ കേട്ടോ. സോ നമ്മളതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പം ഇവിടുത്തെ വാലസിയിലുള്ളത് അത്രയ്ക്ക് വലുതല്ല, അതായത് ഒറ്റ ഫ്ലോറിൽ തന്നെ എല്ലാം കൂടെ വരുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പാണ് നമ്മുടെ വാലസിയിലുള്ള പ്രൈമാർക്ക്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ചെറി ട്രീ, അതൊരു ഷോപ്പിംഗ് മാളാണ് ചെറി ട്രീയിൽ. അപ്പോൾ അതിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ അവിടേക്ക് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നെവ് ഉണർന്നിട്ടില്ല, നെവ് നല്ല ഉറക്കമാണ്. കുളിപ്പിച്ചപ്പോൾ നല്ല ഉറക്കത്തിൽ അങ്ങനെ സുഖമായി കിടന്നുറങ്ങുക അവൾ. പിന്നെ ഇപ്പോൾ അവൾ എണീറ്റിട്ട് വേണം നമുക്കൊന്ന് റെഡിയായി പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയടിച്ച് വരാനായിട്ട്. സോ ഞാനപ്പോൾ പോകുന്നതിൻ്റെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കുമെന്ന് വിചാരിക്കുകയാണ്. സോ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിഞ്ഞൂടാ, അവളുടെ മൂഡ് പോലെ ഇരിക്കും എങ്ങനെയാണ് എന്നുള്ളത്.
ഇഷ്ടമാവും, പുറത്തു പോയാൽ ഇഷ്ടമാവും. പക്ഷെ ഞാൻ തന്നെ എടുക്കണം എന്തെങ്കിലും വാശി പിടിച്ചാലാണ് കുഴപ്പമുള്ളൂ. ഇപ്പം അമ്മയുള്ളതുകൊണ്ട് അമ്മയായിട്ട് ഓക്കെയാണ്, അവരുടെ ഒരു സെറ്റായി. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. എന്നാലും നമുക്കിവിടെ നടന്നു പോകാനുള്ള ദൂരമാണ്. അപ്പം നമുക്ക് വണ്ടി വിളിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് 3 പേർ കൂടി നടന്ന് എത്താവുന്നത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണണം. അതിനോടൊപ്പം തന്നെ എന്നെ ഒരുപാട് പേര് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിപ്പം യൂട്യൂബിലൊരു തരംഗമാവുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ. ഇപ്പം എല്ലാവരുടെ ലൈഫിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യത്യാസമുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ എല്ലാവരുടെ ലൈഫിലും ഒന്നും നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആണെന്നെങ്കിലും അതെല്ലാം നമുക്ക് മറ്റുള്ളൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നത് അതിൽ പരം സന്തോഷമുള്ള കാര്യങ്ങളൊന്നും വേറെ ഇല്ലല്ലോ. സോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഒന്നും ഇങ്ങനെ വലുതായി ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ ടൈമുകൾ നമുക്കതൊരു മെമ്മറി ആയിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടിയും അത് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ സന്തോഷമല്ലേ. അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരുപാട് നന്ദി മുന്നേ പറയുകയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കഴിഞ്ഞ വിഷുവിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വേവട്രിയുടെ പാർക്കിൽ പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആ സ്പോട്ട് കണ്ടിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും അതുപോലെ തന്നെ അതല്ലാതെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയാണ് UK ഏതാണ് സ്ഥലം വരുന്നത്, ലിവർപൂൾ എവിടെയാണ്, കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അത് കാണുന്നവരും അത് അറിയാൻ ആഗ്രഹമുള്ളവരും ഒരുപാട് പേരുണ്ടല്ലോ എന്ന് അറിയുന്നത് തന്നെ സന്തോഷമാണ്. നമ്മൾ അതൊക്കെ തന്നെയാണ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതൽ എന്താ പറയുക വലിയ ചിന്തകൾ കൊണ്ടൊന്നും അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതായത് ഇനി ചെയ്യുന്നതും. കാരണം അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഈ ചാനലിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അതൊന്നും പഠിച്ചിട്ടോ ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ അറിവും ബുദ്ധിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഭയങ്കര മാസ്സായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പുറമെയാണ്. പിന്നെ ഷാനേട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അപ്പം എൻ്റെ ഇഷ്ടതാണെന്നുള്ളത് ആൾക്ക് അറിയാവുന്നതുകൊണ്ട് ആളതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ എഡിറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. പഠിക്കണം, അത് പഠിച്ചാൽ നല്ലതെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ എനിക്ക് അതിനെക്കുറിച്ചൊന്നും. ഞാൻ അതിന് വേണ്ടി നമ്മൾ ഇരിക്കണം. അപ്പം ഷാനയുടെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കും. കാരണം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആളുടെ ഫോട്ടോഗ്രാഫി ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആളിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇപ്പം പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് മിസ് ചെയ്യില്ല. ഞാൻ മാക്സിമം അത് യൂസ് ചെയ്യും. കാരണം നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. മീൻസ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് മറിച്ച് തെറ്റിതിരുത്തി തരാൻ ഒരുപാട് പേര് ഇതിലുണ്ടാവും എന്ന് എനിക്ക് 101% ഉറപ്പുണ്ട്. സോ എന്നിട്ടും ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, നമുക്ക് അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കാര്യമായി ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം നോർമലായിട്ടൊരു വീഡിയോ എടുക്കുന്നു, അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് എന്താ പറയുക, അത്ര വലിയ മാസ് എൻട്രിയിലുള്ളതൊന്നും അല്ല. അതിപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ആഗ്രഹത്തിന് പുറമെ ചെയ്യുന്നതാണ്, അല്ലാതെ ഇതിനൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോസ് എന്നാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും
എല്ലാം അതെല്ലാം നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കിപ്പം ഉണ്ടാകുന്ന സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. പക്ഷെ അതായത് നമ്മുടെ വീഡിയോ കാണാനായിട്ടാണെങ്കിലും ആ ഒരു സമയം നമുക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷമാണ്. അത്ര തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മൾ വീഡിയോ അധികം വെറുപ്പിക്കാത്ത വീഡിയോകളൊക്കെ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഡാൻസ് ആണെന്നുണ്ടെങ്കിലും നെവൂസിൻ്റെ ഓരോ വീഡിയോസ് ആണെങ്കിലും ഇപ്പം പുറത്ത് വ്ളോഗ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വെറുപ്പിക്കാതെ എന്താ പറയുക ചുരുങ്ങിയ രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരെ ക്ഷമിക്കണം, നമുക്കത് അറിവില്ലായ്മയായിട്ട് കണ്ടാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ആഗ്രഹത്തിന് പുറമെ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലാതെ ഇതിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആകെ കൂടെ ആ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാവുന്നൊരു മനസ്സുഖം, അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് ഇനി കിടക്കാം. ഹായ്, അങ്ങനത്തെ നമ്മളിത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ഇറങ്ങിക്കണം. അവർ നെവ് എണീച്ചു, കുറച്ച് കഴിയുമ്പോൾ തന്നെ നെവ് എണീറ്റു. പിന്നെ അപ്പം അമ്മേനൊക്കെ റെഡിയാക്കി അങ്ങനെ നമ്മൾ അമ്മേനെ റെഡിയാക്കിയല്ല, നെവിനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങളിത് ചെറിയൊരു ഷോപ്പിംഗ് മോളിലാണ് 3 പേരും. നെവു ഹലോ ഡാഡല്ല മമ്മു ഡാഡു എന്നല്ലാടി മമ്മു എന്ന് പറയുക കല്ലി. നെവു നോക്കന്നെ നോക്ക് നെക്കുട്ടിക്ക് ഇത് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ. ആരെ തന്നെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പേര് ഇവിടെ പറയുന്നില്ല കേട്ടോ. നല്ല ഉടുപ്പല്ലേ, പച്ച. എനിക്കിഷ്ടമാണ് ഈ കളർ. ഞാൻ ഈ കളറാണ് സത്യം പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഈ കളറായിരുന്നു ഫസ്റ്റ് ചൂസ് ചെയ്തത്. പക്ഷേ ഇതിന് മാച്ചായിട്ട് എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഈ ഉടുപ്പിനല്ല, ഈ കളറ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ കളറാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. നല്ല ക്ലൈമറ്റ് കേട്ടോ, വെയിലുണ്ട്, തണുപ്പുണ്ട്, ചെറിയൊരു കാറ്റുണ്ട്, ഒന്നിനും ഒരു കുറവില്ല, എല്ലാം ഉണ്ട്. കുറച്ചുകൂടി ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറുണ്ടല്ലോ, അത് അമ്മയുടെ ചുരിദാറാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇടുന്ന വ്ളോഗിലൊക്കെ ഇടുന്ന ചുരിദാറല്ല അമ്മയുടെയാണ്, എൻ്റെ സ്വന്തമല്ല. പക്ഷെ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതെൻ്റെ ഡ്രസ്സ്. ഞങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് നോക്കിയതാണ്. രണ്ടുപേർക്കും ഒരേ അളവാണ്. സോ ഞാനെന്നപ്പോൾ വിചാരിച്ചു, അമ്മയിലാണെങ്കിൽ കുറേ കളക്ഷൻ ഉണ്ട് ചുരിദാറിൻ്റെ. അപ്പോൾ 2-3 എണ്ണം വന്നാൽ ഉടനെ തന്നെ 2-3 ദിവസം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ കിട്ടുപോയി. ഇന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ദിവസമായില്ല. ഇപ്പം ജോലിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ടോപ്പ് പാൻറ്റ് എന്ന രീതിയിലല്ലേ ചുരിദാർ, നമ്മൾ നാടൻ രീതിയിലൊന്നും നടക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഇടുന്നതാണ് ഇപ്പം ഇഷ്ടം. നേരത്തെ ഒക്കെ ജീൻസും ടോപ്പും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കൂടുതലിടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. സോ നല്ല കളറാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഞങ്ങളിത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ബാക്കി വിശേഷം നമുക്ക് അങ്ങനെ നമ്മൾ ബൂട്ട്സിലെത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വെൽ ബേബിയുടെ വൈറ്റമിൻ D3 ഒക്കെ എടുത്ത് നമ്മൾക്ക് വേണ്ട 2 സാധനമൊക്കെ തന്നെ അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പ്രൈമാർക്കിലേക്ക് എത്തി. പ്രൈമാർക്കിൽ ബാഗ് കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, നമ്മൾ അത്ര സാധനങ്ങളൊന്നും എടുത്തില്ല. ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 ഡ്രസ്സ് എടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുക്കും, അത് കൺഫേമാണ്. അപ്പം ഒരുപാടൊന്നും എടുത്തില്ല, ജസ്റ്റ് നമ്മൾ വീട്ടിലിടുന്ന 1-2 ഡ്രസ്സ് മാത്രം. പിന്നെ നമ്മൾ ഫുൾ അവിടെ ചുറ്റിക്കറങ്ങി എല്ലാത്തിൻ്റെയും ഓഫറുകളും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി വെച്ചു. ഇനി അടുത്ത പ്രാവശ്യം വരാം എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തായാലും ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും നമ്മൾ വാങ്ങണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി വെച്ചു. ചേച്ചൊക്കെ
കുറച്ചൊന്നുമല്ല, ജസ്റ്റ് സത്യം പറഞ്ഞ റൗണ്ട് അടിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇനി പുറത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. 1-2 ഷോപ്പിലൊക്കെ കയറ്റി. ഞാൻ അവിടെ നിന്നും എടുത്തില്ല. എനിക്ക് കുറച്ച് ലേശം ഒന്ന് എന്തായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മറ്റിലൊന്ന് എല്ലാം ഒന്ന് ഫുള്ളൊന്ന് ഞങ്ങൾ മൊത്തത്തിലൊന്ന് പരതി. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അതൊക്കെ ഒന്ന് പോയി നിവർത്തി അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. അങ്ങനെ നമ്മളത് പുറത്തിറങ്ങിക്കാം. നമ്മൾ ചെറിയൊരു ഷോപ്പ് ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നിപ്പം പ്രൈമാർക്ക് പോയി, ബൂട്ട്സിൽ ചെന്നു, പിന്നെ ലാസ്റ്റ് നമ്മൾ എവിടെ കയറി ഹോം ബാർഗെയിൻസ് ഇവരൊക്കെ കറങ്ങിയടിച്ചിട്ടാണ് നമ്മളത് വീട്ടിലേക്ക് പോവുകയാണ്. നടന്നു വേണ്ട ദൂരമുള്ളതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. പക്ഷെ വന്ന ശുഷ്കാന്തിയൊന്നും 3 പേരിലും കാണാനൊന്നുമില്ല. കുറേ അലഞ്ഞു തിരിഞ്ഞു ഞങ്ങൾ ചുമ്മാ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇത്. പിന്നെന്താ, നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അടിപൊളിയായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളറിയില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാറോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു വെതറായിരുന്നു. അതുകൊണ്ട് നെവും ഓക്കെ ആയിരുന്നു. നെവിന് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഒന്നും കുഴപ്പമില്ല. അവളെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നല്ല സംസാരത്തിലാണ്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ. ഇനി വീട്ടിൽ ചെന്നിട്ട് നാളെ ഇനി ഡ്യൂട്ടി ഉണ്ട്. പിന്നെ പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ വൈറ്റപ്പ് ചെയ്യാണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.